ഇന്നേക്ക് 46 വർഷങ്ങൾക്ക് മുൻപ് ഒരു മർത്തോമ കുടുംബത്തിൽ നിന്ന് പെന്തക്കോസ്ത് സത്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ആ ഒരു സത്യത്തിന്, ആ സത്യം ഗ്രഹിപ്പിച്ചത് മുതൽ, അല്ലെങ്കിൽ മതം വിട്ട് മാർഗത്തിലേക്ക് വരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മതം വിട്ട് മാർഗത്തിലേക്ക് വരുവാൻ എനിക്ക് പിന്നൊരിടത്തും പറ്റിപ്പിടിക്കേണ്ടി വന്നില്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ഏറിയ വർഷങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറുന്ന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വന്നു. മാതാപിതാക്കൾ വന്നു. ഇന്നവർ രണ്ടുപേരും നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു. എനിക്ക് തിരിച്ച് ദൈവത്തിന് കൊടുക്കാനുള്ളത് നന്ദിയായി എൻ്റെ ഒരു ജീവിതം യാഗമായി വെക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ വിവാഹ ജീവിതം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എനിക്ക് പ്രത്യേക പോരാട്ടമൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ അങ്ങനെ ഒന്നും കയറി വ്യാഖ്യാനിച്ച് കളയല്ലേ. കർത്താവിനോടുള്ള എൻ്റെ ആ അഗൈതമായ ഒരു സ്നേഹം നിമിത്തം ഞാൻ പറഞ്ഞു, കർത്താവേ, ചുരുങ്ങിയ ഒരാഴ്ച ഉള്ളല്ലോ, അത് അങ്ങോട്ട് പുറകെ അങ്ങ് നടക്കാൻ തീരുമാനിക്കുക, കൃപ തരണമേ എന്ന് പറഞ്ഞ് ഇപ്പം 63 വയസ്സുണ്ട്. കൃപ ഇതുവരെ ഉണ്ട്. കൃപ കൂടെ ഉണ്ടോ? എന്നൊക്കെ നമ്മളങ്ങ് വിശ്വസിച്ച് നടക്കണ്ട. ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് കൃപയിലൊന്ന് തൊട്ടു നോക്കണം. വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വല്ല കറണ്ട് അടിക്കുന്നുണ്ടോന്ന്. ഉണ്ടല്ലോ. എൻ്റെ കൂടെ നല്ല പയറ് പോലെ നിൽക്കണം. ഉറങ്ങി തൂങ്ങിയൊന്നും ഇരുന്നാൽ ഞാൻ ഇവിടെ നിർത്തിയേച്ച് ഞാൻ വീട്ടിൽ പോകും. നമ്മൾ എന്തിനാ ഇറങ്ങിയത്? അവിടെ ദൈവം ഇല്ലെങ്കിട്ടാണോ ഇറങ്ങിയേ? അവിടെ അന്നേതെങ്കിൽ നല്ല 2 കുരിശും ഇച്ചിരി കളറുള്ള തുണി, പുകയുന്ന മെഴുകുതിരിയും കത്തുന്ന മെഴുകുതിരിയും ഒക്കെ കണ്ടെടുത്തുന്ന് ഒന്നുമല്ലേ കണ്ടോണ്ടിരിക്കാനൊരു ഗമയുണ്ടായിരുന്നു. ഇവിടെ എന്തോന്ന്? എന്നാലും ഇറങ്ങി ചാടിയത് എന്തിനാ? അവിടെ ഇരുന്ന പോലെ ഇവിടെ ഇരിക്കാനല്ല. സ്തോത്രം. വിശ്വാസമാണ് നമ്മളെ അടർത്തി മാറ്റിയത്. അത് കേവലം അറിവല്ലാതെ അത് ജീവനുള്ള വിശ്വാസം, ജീവനുള്ള പ്രത്യാശ. ഇതാണ് നമ്മളെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുസരണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് എന്നോടുള്ള ദൂതാണെന്ന് മനസ്സിലാക്കി, നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് സ്തോത്രം, അത് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം പെന്തക്കോസ്തുകാരായ ദൈവമക്കളുടെ നടുവിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നത് ആർക്കുള്ള ഗുണമാ? ആണല്ലോ. അപ്പൊ സ്തുതിക്കാതിരിക്കുന്നവ ഞാനത് പൂരിപ്പിക്കുന്നില്ല. സ്തുതിക്കുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്തുതിച്ചോണം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്ക് നന്ദിയോടെ പറയാനുള്ള എനിക്ക് ഇവിടുത്തെ പാട്ടുകാരെ വളരെ ഇഷ്ടപ്പെട്ടു. അതൊന്ന് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി. ഈ ഇൻസ്ട്രുമെൻ്റ് എല്ലാം കൂടെ അടിച്ച് നമ്മുടെ തങ്ക് തകർക്കാതെ വളരെ ശാന്തമായി നല്ല പാട്ടുകൾ അർത്ഥവത്തായി പാടിയ കൊയർ ടീമിനെ അല്ലെങ്കിൽ കൊയറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചിലയിടത്ത് ചെന്നാൽ ചങ്ക് ഇങ്ങനെ കിടന്ന് ഇടിക്കും. വല്ല ഉണർവും വരുമോ അതുമില്ല. ഡ്രമ്മും ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ച് ശബ്ദകോലാഹലം ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ കൂടെ ഇരു സൈഡിലും നടന്നു. ആ ലെവലിൽ, സംഗീത ലെവലിൽ പോയതോർത്ത് ഒരു പ്രത്യേക വന്ദന സഭയ്ക്ക് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ തന്നെ ആയിരിക്കണം. വേണ്ടാത്ത കൊട്ടിപ്പാട്ടൊന്നും നമുക്ക് വേണ്ട. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.
ആശംസയായി കർത്താവിൻ്റെ വിശുദ്ധന്മാർ 3 പേരും നമ്മളോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെറിയ തോട്ട്സ് ആയിരുന്നെങ്കിലും നമുക്ക് പ്രയോജനകരമായ നിലയിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരാകുന്ന നമുക്ക് ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നമ്മളുണ്ട്. ഉണ്ടോ? ഇത് പറഞ്ഞിട്ടും ഒന്ന് വാ പൊളിക്കുകയില്ല. ഉണ്ട്. പറയാതെ മുന്നോട്ട് നീങ്ങത്തുമില്ല. അതാ എൻ്റെ ഒരു രീതി. നമ്മളിതൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്നോ ബലമാണെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് ഇവരാരും ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് കണ്ട ദൈവം നമുക്കൊക്കെ രൂപം കൊടുത്തു. അപ്പോ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നു. വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടി നമ്മളെ പണിതെടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നു. കയ്യിലിരിപ്പ് മോശമായിരുന്നത് കൊണ്ട് എടുത്ത് വെളിയിൽ കളഞ്ഞു. കൂടെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ കയ്യിലിരിപ്പ് ഈ നാക്കിന് നീളം കൂടിയാൽ തോട്ടത്തിന് വെളിയില്ല. നാക്കിന് വീളം കൂടിയാൽ ഉറങ്ങല്ലേ. നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനുണ്ട്. നാക്കിന് നീളം കൂടിയാൽ തോട്ടത്തിന് വെളിയില്ല. പിന്നെ ചേമ്പ് കുഴിച്ചിട്ട് കാച്ചിൽ കുഴിച്ചിട്ട് ഇങ്ങനെ കൃഷിക്കാരൻ്റെ ഭാര്യയായിട്ട് കണ്ടോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാൻ തോന്നുന്നില്ലയോ? ആദാം കൃഷിക്കാരനായി തീർന്നെന്നാ അവിടെ എഴുതിയേക്കുന്നേ. മര്യാദയ്ക്ക് തോട്ടത്തിനകത്ത് ഡ്രസ് ആൻഡ് കീപ് ഇത് രണ്ടും ചെയ്തോണ്ടിരുന്ന ആ മനുഷ്യനെ ഒരു കൃഷിക്കാരനാക്കി മാറ്റിയതിൽ ഹവ്വയ്ക്കൊരു വലിയ പങ്കുണ്ട്. ഉറങ്ങുവാന്നോ? പുസ്തകത്തിലുണ്ട്, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കണ്ട. ഇപ്പോൾ 2 മണിക്കൂർ എന്നെ സഹിക്കണം. എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കണം. അതിനുള്ള സൗന്ദര്യം എനിക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. ചിലർക്ക് നമ്മൾ ഈ മീറ്റിങ്ങിന് വരുമ്പോഴാണ് പുസ്തകം തുറന്ന് വായന. വേണ്ട. ആ പരിപാടി വീട്ടിൽ വെളുപ്പിനെ 4 മണിക്ക് എണ്ണിച്ച് നടത്തിക്കോണം. മതിയെന്നേ. ആയുസിൻ്റെ 3/4 ഉറങ്ങിയില്ലയോ? ഇനി ഇടയ്ക്കൊന്ന് ഉണരെ. ഇനി അങ്ങ് ഉണരാത്ത ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുകയും ചെയ്യാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ചകലമൊക്കെ ഒന്ന് തലച്ചോറ് പോകുന്നതിന് മുമ്പേ, മെമ്മറി പവർ പോകുന്നതിന് മുമ്പേ വേദപുസ്തകം വലിച്ചു കീറി വീടാന്തോറും കയറി വേദപുസ്തകം വലിച്ചു കീറി തീയിലിടുന്നതിന് മുൻപ് ഇതിനകത്തെ 10 വാക്യം ഹൃദയസ്ഥമാക്കിക്കൊണ്ട് അതൊന്ന് ഉരുവിട്ട് അന്ധകാര ലോകത്തോട് പൊരുതുവാൻ, ആമീൻ, പൈശാചിക മേഖലയോട് പൊരുതുവാൻ ദൈവം എന്ന ആത്മാവിന്റെ വാള് കയ്യിലുള്ള ദൈവത്തിന്റെ പൈതലേ, അതിനുവേണ്ടി അല്പസമയം വേറിട്ടെടുക്കുന്നത് നല്ലതാ. സഹോദരിമാരൊക്കെ ശക്തരാകണമെന്നാണ് ഇന്ന് നമ്മുടെ മെസ്സേജ്, അല്ലേ? സഹോദരിമാർ ശക്തരാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാക്കിൻ്റെ ബലമോ ബുദ്ധിയുടെ ബലമോ മസിൽ ബലമോ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. അപ്പോസ്തലന്മാരോടൊപ്പം പെന്തക്കോസ് നാളിൽ മാളിക മുറിയിൽ ഒന്നിച്ചുകൂടിയ ആ സഹോദരിമാരിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, അവരിലേക്ക് ഇറങ്ങി വന്നതുപോലെ നമ്മൾ അവരോടൊപ്പം ആയിരിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം ദൈവവചനത്തിന്റെ ലെവലിൽ അവരോട് ചേർന്ന് നിന്ന് ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്ന് ഒരു അദൃശ്യ ശക്തിയുടെ പകരുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ഹാനോക്കിന്റെ അമ്മാമ്മയുടെ പേരെന്നാ? ഹാനോക്കിന്റെ അമ്മാമ്മയുടെ പേര്, അനോക്കിന്റെ അമ്മാമ്മ എന്ന് പറഞ്ഞ ഭാര്യയുടെ പേര്. തമ്മി ചോദിക്കണ്ട, പുസ്തകത്തിലില്ല, പേരില്ല. ഏത് പുസ്തകത്തിൽ അവളുടെ പേര് ഇല്ല. പക്ഷേ ഹാനോക്ക് എന്ന ദൈവമനുഷ്യനെ ആ തലമുറയുടെ നടുവിൽ ദൈവീക ബന്ധത്തിൽ
വർഷങ്ങൾ നിലനിർത്തുവാൻ ചരട് പിടിച്ച ഒരു മാന്യ വനിതയാണ് ആ കർത്താവിൻ്റെ ദാസി. അറിയാമോ? യൂദായുടെ ലേഖനത്തിൽ വരുമ്പോൾ ഈ ഹാനോക്ക് ആരായി മാറി? പ്രവാചകനായി മാറി. ആരാ? പ്രവാചകനായിട്ട് കർത്താവിൻ്റെ പുറകെ ഒന്നും പോയതല്ല. നടന്ന് 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 രണ്ടുപേരും കൂടെ നടന്ന് ചന്തയെ പോകുമ്പോഴും എവിടെ പോയാലും കർത്താവും ഹാനോക്കും കൂടെ, ദൈവവും ഹാനോക്കും കൂടെ കൂടെ നടന്ന്. ഓ ഹല്ലേലൂയ! കർത്താവിൻ്റെ ദാസി, നിങ്ങൾ അവിടെ നിന്ന് എന്തേലും പറ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്നോ? ശക്തിപ്പെടണോ? പോകണോ? വല്ലൊക്കെ ചെയ്യണോ? ദൈവത്തിന് ഉപയോഗിക്കണമോ? ആമേൻ. ശക്തിയോടെ, മനസ്സിന്റെ ഉണർവോടെ, ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ പണിയപ്പെടാൻ ഏൽപ്പിച്ചുകൂടെ? വരുന്നുണ്ട്, വചനത്തിലോട്ട് വരുന്നുണ്ട്. ആദ്യം ഒരു ശകലം കാര്യങ്ങളൊന്ന് പറഞ്ഞേച്ച് ഇങ്ങോട്ട് വരാം. ഹാനോക്കിന്റെ അമ്മാമ്മ ഒരത്ഭുതവും ചെയ്യാൻ പോയില്ല. പോയോ? രോഗിയെ സൗഖ്യമാക്കിയില്ല, ഭൂതങ്ങളെ പുറത്താക്കിയില്ല. വല്ലതും ചെയ്തോ? ഒരു കാര്യവും അവിടെ ചെയ്തായിട്ടില്ല. പക്ഷേ പേരില്ലെങ്കിലും വഴക്കില്ല, ചെയ്തതൊന്നും പറഞ്ഞില്ലെങ്കിലും വഴക്കില്ല. അവൾ ഹാനോക്കിന്റെ ജീവിത വിജയത്തിന്റെ പിൻപിൽ ദൈവത്തോട് കൂടെ നടക്കാൻ, ദൈവത്തോട് കൂടെ നടന്ന് ഓരോ മിനിറ്റിലും ബലത്തിന്റെ മേൽ ബലം പ്രാപിക്കുവാൻ, ആ ഭവനത്തിന്റെ അന്തരീക്ഷം മുഴുവൻ ഭക്തിയുടെ മാനദണ്ഡത്തിൽ സൂക്ഷിച്ച ആ സഹോദരി വേദപുസ്തകത്തിൽ അനുമോദനത്തിന് അർഹയാണ്. ഇനി നമുക്ക് നോഹയുടെ ഭാര്യയെ നോക്കാം. പേരെന്നാ? ഞാൻ പലപ്പോഴും പറഞ്ഞു, കർത്താവേ, ഈ ഇസബേൽ പിശാചിന്റെ പേര് വേദപുസ്തകത്തിൽ എത്രയോ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഈ കൊള്ളാവുന്ന സഹോദരിമാരുടെ 2-3 പേരുടെ പേര് എൻ്റെ അപ്പൻ എഴുതിയില്ലല്ലോ. അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, പേരില്ലേലും പ്രവൃത്തിയാ വലുതാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലെ കടിപിടി എന്നാന്നറിയാം? എൻ്റെ പേരില്ല. എൻ്റെ പേരില്ലാത്തതിന് എത്ര പേര് പിണങ്ങി അങ്ങേപ്പുറത്തെ ചർച്ചിൽ പോയിട്ടുണ്ടെന്നറിയാം. ഞാൻ ഇത്രയും കൊടുത്തിട്ടും എൻ്റെ പേര് അവിടെ ഒന്ന് ആയില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്കെന്തോ. വീട്ടിൽ ഇരുന്ന് തന്നെ വേല. ആര് കേൾക്കണം പ്രാർത്ഥന? നമ്മൾ ഈ വേണ്ടാത്തതൊക്കെ കളയാമെങ്കിൽ നമ്മൾ ശരിയാവുമെന്നേ. കൊച്ചു കൊച്ചു പിണക്കങ്ങളാ. എന്നോട് ഒരു പ്രിയപ്പെട്ടവർ പലരും പല ചോദ്യങ്ങൾ ചോദിക്കും. എന്നോട് ചോദിച്ചു, ലിക്കുട്ടി ആൻറ്റി, നിങ്ങളിങ്ങനെ പല ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞു, ബ്ലോക്ക് കപ്പ അധികം ഫലം കായ്ക്കാൻ ഒരു കമ്പെടുത്ത് 15 കഷ്ണമാക്കി ഞങ്ങൾ പല അയ്യത്ത് കുഴിച്ചിടുന്നതേ ഉള്ളൂ. ഞങ്ങളെല്ലാം ബ്ലോക്കാണ്. ഞങ്ങളെല്ലാം ഒന്നാ. മനസ്സിലായോ? നിങ്ങൾ ഈ വലിയ കാര്യം പറയുന്നത്, നിങ്ങൾ എന്തിനാ അവിടെ ഇവിടെ 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 ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അധികം ഫലം കായ്ക്കേണ്ടതിനെ ഞങ്ങളെ മുറിക്കും. എല്ലാ അയ്യത്തും തരം കിട്ടുന്നിടത്തെല്ലാം ഞങ്ങളെ നടും. ഞങ്ങൾ ഒന്നാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് മുറിയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒന്ന് താഴാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒന്ന് തകരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒന്ന് പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, സർവശക്തൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം പോവും. എങ്കിലും നോഹയുടെ കാലം ഇന്നത്തെ കാലം പോലെയുള്ള കാലമാണ് അല്ലേ? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളുമാകും. അപ്പൊ മനുഷ്യപുത്രന്റെ നാളുപോലെ തന്നെ ആയിരുന്നു അന്ന് നോഹയുടെ കാലം എന്ന് പറയുമ്പോ 3 ആമ്പിള്ളാരെ മര്യാദയ്ക്ക് അപ്പന്റെ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തി, പെട്ടകം പണിയിൽ ഒന്നിച്ച് നിർത്തി, ഭക്തിയിൽ നിർത്തി, ദൈവഭയത്തിൽ നിർത്തി. സ്തോത്രം, 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 സ്തോത്രം. ആ അമ്മ എന്തു വലിയ സേവനമാ ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. പെട്ടകം പണിതപ്പോ ആദ്യം
ദൈവം അപ്പൻ നോഹ വന്ന വീട്ടിൽ അരുളപ്പാട് പറഞ്ഞു. നമ്മുടെ അപ്പന്മാരങ്ങനെ പറയാറില്ല, ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങണം. പ്രാർത്ഥിക്കുന്ന പിതാവിന് ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് ഒരു അരുളപ്പാട് പ്രാപിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാരോട്, കുഞ്ഞനിയന്മാരോട് ഞാൻ പറയട്ടെ, തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാക്കുന്നു എങ്കിൽ ഈ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ കൈകളിൽ തരും. അതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് കിട്ടിയ അരുളപ്പാട് അവൻ ആദ്യം എവിടെ പറഞ്ഞെന്നറിയാമോ? വീട്ടിൽ പറഞ്ഞു. പിള്ളേർ മൂന്നും കൂടെ കൂകി വിളിച്ചില്ല. പിന്നെ അപ്പൻ ഇപ്പം കിട്ടിയ ഒരു അരുളപ്പാട്. ഇപ്പോഴത്തെ ആന്നേ അങ്ങനെ പറയും. പിന്നെ കിട്ടി. അമ്മാമ പറഞ്ഞു, നിങ്ങൾക്ക് ആ അരുളപ്പാട് കിട്ടുന്നത്. ഇത് രണ്ടും അവിടെ സംഭവിച്ചില്ല. കാരണം കൊള്ളാവുന്ന ഭക്തിയായിരുന്നു നോഹയുടേത്. സാക്ഷ്യമുള്ള ഭക്തിയായിരുന്നു. ദൈവിക ഇടപെടൽ അവർ കണ്ടു. ആ കുടുംബത്തിനകത്ത് ഒരു ദൈവഭക്തൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബം നോക്കേണ്ടത്, എങ്ങനെയാണ് ദൈവിക ഭക്തിയിൽ ജീവിക്കുന്നത് എന്ന് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുടെയും മുൻപിൽ സാക്ഷ്യം വെളിപ്പെടുത്തിയ മനുഷ്യനായിരുന്നു നോഹ. പ്രൈസ് ദി ലോർഡ്. അരുളപ്പാട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഷേം പറഞ്ഞ അപ്പാ, ഇപ്പോഴത്തെ ഷേം പറയുന്ന ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഷേം ഞാനൊന്ന് നോക്കട്ടെ അപ്പാ, ഗൂഗിൾ എന്ത് പറയുന്നു. എന്താ എന്നെ പേടിയാണോ? നിങ്ങൾക്ക് പറയാൻ പേടിയാണോ? ഗൂഗിൾ എന്ത് പറയുന്നു മഴയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മഴയെക്കുറിച്ച് അതുവരെ എത്തി ചെയ്തിട്ടില്ല, അറിയത്തില്ല. അപ്പൊ നമുക്കറിയാത്തതെല്ലാം ആർക്കറിയാം? ഗൂഗിളിനറിയാം. അതുകൊണ്ട് ഷേം പറഞ്ഞപ്പ അരുളപ്പാട് ഓക്കെ അത് മനസ്സിലായി. പക്ഷെ അതിനെക്കുറിച്ച് ഗൂഗിൾ എന്ത് പറയുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൻ അവനെ ഒന്ന് നോക്കി. നിന്റെ ഒരു ഗൂഗിള് സ്തോത്രം. ചെറുക്കൻ ഒരു രാത്രി ഒരു പകല് മുഴുവനും നോക്കിയിട്ട് എന്തോ കിട്ടിയില്ല. മഴയെന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അവന് ഗൂഗിളിന് അറിയത്തില്ലെന്നേ. ഗൂഗിളിന് അറിയാത്തത് ഇന്നും ഉണ്ട്. ഗൂഗിളിന് അറിയാത്ത ഇന്നും ഉണ്ടെന്ന്. അതറിയണമെങ്കിൽ ഇമെയിൽ നോക്കിയാലൊക്കത്തില്ല, നീമെയിൽ വേണം. നീമെയില് മുട്ടുമടക്കി കരങ്ങളെ ഉയർത്തി ഹൃദയം ദൈവസന്നിധിയിൽ ഉയർന്ന് ആത്മമണ്ഡലം ഉയർന്ന് സർവ സൃഷ്ടിയുടെയും സർവജ്ഞാനിയുടെയും മുൻപിൽ അൽഫയായവൻ, ഒമേഗയായവൻ, ആദിയായവൻ, അന്തമായവൻ, പ്രപഞ്ചത്തിന് വിരൽ കൊണ്ട് വൃത്തം വരച്ചവൻ, ഭൂമിയിൽ എന്ത് സംഭവിക്കണമെന്ന് ആമേൻ മുൻകൂട്ടി തീരുമാനിച്ചവൻ, അവനോട് ചോദിരേ സ്വർഗം പറയും. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ചുമ വരും കേട്ടോ, നിങ്ങൾ അങ്ങ് സഹിക്കണം. ഞാൻ ഇവിടെ ശ്രീപാസ്റ്റോടാന്ന് തോന്നുന്നു വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ പനിയുടെ പ്രയാസമായിരുന്നു. ഏതായാലും ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചന്ന് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് പൊങ്ങി വന്നതാണ്. പേടിക്കണ്ട, കോവിഡൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സ്വത്രം പറഞ്ഞു, അയ്യോ ഇവരെ നീ കോവിഡും കൊണ്ട് ഇങ്ങോട്ട് വന്നാണോ? അല്ലല്ല, നമ്മൾ അങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അരുളപ്പാട് കിട്ടിയ ആ കുടുംബം ഒന്നിച്ചു മുട്ടുകുത്തി. സ്തോത്രം സ്തോത്രം. രാവിലെ പള്ളിക്കുടുത്തി പോകാൻ തുടങ്ങി, അല്ല ഞായറാഴ്ച രാവിലെ ട്യൂഷന് പോകാൻ തുടങ്ങിയപ്പോൾ പിള്ളേരെ മൂന്നിനെയും വിളിച്ചിട്ട് അമ്മാമ്മ പറഞ്ഞു, മോനെ ഒരാഴ്ച മുഴുവൻ പഠിച്ചു, ഇന്ന് ഞായറാഴ്ച നീന്തോളജി പഠിക്കാൻ നീ പോകണ്ട. എന്തോളജിയാ?
എങ്ങനെ ഭാവിയിൽ വരുന്ന പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാമെന്ന് നീ പോവണ്ട. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പോഴത്തെ നോഹയുടെ ഭാര്യമാരാന്നില്ല എന്തോ ചെയ്യുമെന്നറിയാമോ? പാസ്റ്റർ അവിടെ സങ്കീർത്തനം വായിച്ചു കഴിയുന്നുടനെ ആ സൈഡിൽ കൂടെ മോനെ ഇങ്ങ് പോരെ, ട്യൂഷനുണ്ട് കേട്ടോ. ട്യൂഷൻ ഗുണം പിടിക്കാനുള്ള ട്യൂഷൻ അല്ലത്. ആണോ? അതിനെ പേടിയാന്നോ നിങ്ങൾക്ക്? 6 ദിവസം നീന്തോളജി പഠിച്ചാൽ മതി. 7-ാം ദിവസം നീ തിയോളജി പഠി. നീ ആരാധിക്കുന്ന ദൈവമാരാ, നീ സേവിക്കുന്ന ദൈവമാരാ. ഹല്ലേലൂയ. സർവശക്തൻ ആരാണ്? അവന്റെ കൃപ എന്താണ്? വിശ്വാസം എന്താണ്? വിശുദ്ധി എന്താണ്? ലോകത്തെ ജയിക്കുന്നത് എങ്ങനാ? വരാനുള്ള ലോകത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞ് ഓടി പോകേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ കഴിയണമെങ്കിൽ സങ്കീർത്തനം കഴിയുമ്പോൾ സൈഡ് വഴി ഇറങ്ങി ഓടുകയല്ല, മുഴുവൻ സമയവും ഓടി ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയുടെ ജ്ഞാനം സ്വർഗത്തിന്റെ കൈകളിലാ, സ്വർഗത്തിന്റെ കൈകളിലാ. സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തവന്റെ തലമുറ ഒന്നും മുടിഞ്ഞു പോയിട്ടില്ല. ദൈവത്തിന്റെ പൈതലേ, അവരൊക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. നോഹയുടെ ഭാര്യയും സൗരന്മാരുടെ സെക്രട്ടറി ഒന്നും അല്ലായിരുന്നു. അറിഞ്ഞു? ഒന്നും അല്ലെങ്കിലും ചിലതൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അവിടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടെ കുടുംബത്തെ നേടുവാൻ, അവിടെ കുടുംബത്തെ നേടുവാൻ അവളെ കൊണ്ട് കഴിഞ്ഞു. ലോത്തിനത് കഴിഞ്ഞില്ല, തൻ്റെ കുടുംബത്തെ നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ നോഹയ്ക്ക് അത് നേടാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ ചെന്ന് ചോദിച്ചപ്പാ, പെട്ടകം പണിയുന്നത് നല്ലതാ, ദൈവത്തെ അനുസരിക്കുന്നത് നല്ലതാ, പക്ഷെ അതങ്ങ് കടലിൻ്റെ അടുത്തോട്ട് ഇത് ആര് തള്ളി കടലിൽ കൊണ്ടുപോകും? നോഹ പറഞ്ഞു, മക്കളെ, കടലിൻ്റെ അവിടെ കൊണ്ടുവച്ച് പണിയുന്നത് വിശ്വാസമല്ല, കടൽ ഇങ്ങോട്ട് വരും, കടൽ ഇങ്ങോട്ട് വരുമെന്ന്, അതാ വിശ്വാസം. അരുളപ്പാട് മാത്രമല്ല, ഞാൻ വിശ്വസിച്ച, ഞാൻ എന്നെ കേൾപ്പിച്ച അരുളപ്പാടിനൊത്തവണ്ണം ഞാൻ പണിയുന്ന ഇടത്തു നിന്ന് ഈ പെട്ടകത്തെ കൊണ്ടുപോകുവാൻ കടൽ ഇങ്ങോട്ട് വരുമെന്ന് തലമുറയോട് പറഞ്ഞു കൊടുത്ത വിശ്വാസ വീരനായിരുന്നു നോഹ. Praise the Lord. Praise the Lord. Praise the Lord. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് വിശ്വാസം പകർന്നു കൊടുക്കണം. നമ്മെ ഒരാഴ്ച മുഴുവൻ നടത്തിയ ദൈവത്തെ അതുപോലെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ പൈതൽ പറഞ്ഞു കൊടുക്കുന്നവരിവിടെ ഒത്തിരി പേരുണ്ട്. പറഞ്ഞു കൊടുക്കുന്നത് കേട്ടവർ മടുത്തു. പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല, വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയണം. Praise the Lord. Praise the Lord. ഇങ്ങനെ ഓരോ സഹോദരിമാരെ എടുത്താലും ദൈവം അവരെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 66-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 1:66. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരുന്നു, അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ തലമുറയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാകൊണ്ട് ഇനി ആരും പുസ്തകത്തിലോട്ട് നോക്കിയിരിക്കണ്ട, എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ 2 യുഗങ്ങളിൽ ജീവിച്ചിരുന്ന 2 സഹോദരിമാർ. ഒന്ന്, ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാന കണ്ണിയായി ഒരു എലിസബത്തും, കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ തുടക്കം കുറിക്കാൻ ഒരു മറിയയും. 2 ജനറേഷനെ തമ്മിൽ
ദൈവശബ്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ഒന്നിപ്പിക്കുന്ന സ്തോത്രം ഒരു വലിയ പ്രക്രിയ നമുക്ക് ഈ സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. ശ്രദ്ധിച്ചേ ഒരു 400 വർഷം ദൈവിക ഇടപെടൽ, ദൈവ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധ സന്തതിയെ ഒരുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അത്ഭുതങ്ങളുടെ പരമ്പരകളിലൂടെ യാത്ര ചെയ്ത് ലോകത്തിൽ ആർക്കും ചെയ്യാത്ത അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് ലോകത്തിൽ ആർക്കും ആരും തിന്നിട്ടില്ലാത്ത ഭക്ഷണം കൊടുത്ത്, ആരും കുടിച്ചിട്ടില്ലാത്ത വെള്ളം കൊടുത്ത്, ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ദൈവിക സംരക്ഷണത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന ദൈവ പദ്ധതിയിൽ നിന്ന് ഈ ജനം മാറി മറിഞ്ഞതുകൊണ്ട് ഒരു 400 വർഷം ദൈവം മൗനമായി നിൽക്കുന്നു. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഹല്ലേലൂയ. പഴയ നിയമം മുഴുവൻ ഞാൻ ആ ഒരു വാചകത്തിനകത്താണ് ചേർത്തത്. ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചതിന് എന്തുണ്ട്? ശ്രദ്ധിച്ചേ, ദൈവം നമ്മെ വിളിച്ചതിന് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ കരുതിയതിന് ഒരു ഉദ്ദേശമുണ്ട്. ആർക്കും കൊടുക്കാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ജാതികളുടെ നടുവിൽ വേർപെട്ടവരായി നിൽക്കുവാൻ, ദൈവ പദ്ധതി വെളിപ്പെടുത്തുവാൻ, മശിഹയെ വെളിപ്പെടുത്തുവാൻ, വരാൻ പോകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, ലോകരക്ഷകനെ വെളിപ്പെടുത്തുവാൻ. ആമേൻ. പഴയ നിയമ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എങ്കിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്തത് എൻ്റെ രക്ഷകനായ യേശുവിനെ ഉയർത്തുവാൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുമാറ് നമ്മുടെ ജീവിതാനുഭവം ഉന്നത നിലവാരത്തിൽ കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കും. സ്തോത്രം. പഴയ നിയമത്തിലെ ഒരു ജ്ഞാനി പറഞ്ഞു, എന്നോട് ചോദിച്ചു, സൂര്യന് കീഴേ ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇതെല്ലാം മായ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ സൂര്യൻ്റെ കീഴേലുള്ളതൊന്നും വലിയ അറിവില്ലേലും സൂര്യന് മുകളിൽ ചില കുറെ കാര്യങ്ങളുണ്ട്. ഉണ്ടോ? അയ്യോ എൻ്റെ കർത്താവേ, ഒരു ഇരിപ്പ് കണ്ടു. സൂര്യന് മുകളിൽ കുറച്ച് കാര്യമുണ്ടെന്ന്. ഹല്ലേലൂയ. അത് പറയാൻ നമുക്ക് ദൈവം കൃപയും ഭാഗ്യവും തന്നിരിക്കുക. ലോകത്തിലുള്ളവർ സൂര്യന് കീഴേ ഉള്ളത് പറഞ്ഞും തെളിയിച്ചും. ഈ ഞങ്ങൾ കാറയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ്, ചന്ദ്രനിൽ ചെന്ന് സ്ഥലത്തിന് ആധാരം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ അന്നേരം ചോദിച്ചു, അതിൻ്റെ ഉടമസ്ഥനാരാ? ആർക്കാർ പൈസ കൊടുത്തത്? ചന്ദ്രനും വിലയ്ക്ക് വാങ്ങിക്കും ഇല്ലേ? ആമോസിന്റെ പുസ്തകത്തിലുണ്ട് കൂട് വെക്കുമെന്ന്. അവിടെ മണിമന്ദിരങ്ങളൊക്കെ പണിയും ഇറക്കുമെന്നും ഉണ്ട്. അതിൻ്റെ കീഴേൽ അവിടെ കൊണ്ട് പണിതാലും, കീഴേ സമുദ്രത്തിനകത്ത് കൊണ്ട് പണിതാലും പൊക്കി ഞാൻ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ആ വാക്യം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. സൂര്യന് കീഴെ ചിലതൊക്കെ പറഞ്ഞ് ഇവിടെ അഭിമാനിക്കാൻ വകയുണ്ടെങ്കിൽ പുതിയ തലമുറയോട് ഞാൻ പറയട്ടെ, സൂര്യന് കീഴെ ഉള്ളതിൻ്റെ പിന്നാലെ, ഹൃദയം പോയതിൻ്റെ പിന്നാലെ, കണ്ണു പോയതിൻ്റെ പിന്നാലെ, കാതു പോയതിൻ്റെ പിന്നാലെ നിന്നെ മുഴുവനുമായി വലിച്ചോണ്ട് പോയി നിന്റെ ജീവിതം തകർക്കുവാൻ, ഈ മണ്ണിൽ നിന്റെ പേരെഴുതി വെച്ച് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ ശത്രു പദ്ധതിയുടെ ഇന്ന് പകൽ കേൾക്കേണ്ടത് ഇവിടെ കീഴേ ഉള്ളതല്ല, ഉയരത്തിലുള്ളത്. ഉയരത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. സ്തോത്രം. ഇങ്ങനൊരു കഥയല്ല, ഉണ്ടായ സംഭവം.
ഒരു ചർച്ചിൽ സാധുവായ സാമ്പത്തിക വിഷയത്തിൽ സാധുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സമ്പത്തില്ലാത്ത സമയത്ത് ഏറ്റവും രാവിലെ ആരാധനയ്ക്ക് വന്നിങ്ങനെ മുന്നിലിരിക്കും. ഉറക്കമൊന്നുമില്ല, കൈയാട്ടിച്ച് ദൈവത്തെ ആരാധിച്ച് പാസ്റ്റർ സംസാരിക്കുന്ന ഓരോ വചനവും തൻ്റെതായി ഏറ്റെടുത്ത് വചനത്തിൽ ആനന്ദിച്ച് സന്തോഷിച്ച് സ്തുതിച്ച്. ഇത് സാത്താൻ ഇച്ചിരി കുഴപ്പമുണ്ടാക്കി. ഇയാളുടെ ഈ സ്തുതിയും ആരാധനയല്ല. അപ്പം അവിടെ കുറച്ച് പേരെ സഭയിൽ ഈ ആലോചന കമ്മിറ്റി ഉണ്ടല്ലോ, ഇവിടെ ഉള്ളവർ വഴക്കുണ്ടാക്കല്ലേ, ആലോചന കമ്മിറ്റി ഉണ്ട്. അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഇദ്ദേഹത്തിനൊരു 10 സെൻറ്റ് സ്ഥലം കൊടുക്കാം. അവരെല്ലാം കൂടെ പിരിച്ചൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അല്പം റബ്ബറും അതും ഇതുമൊക്കെ ഉള്ള ഒരു സ്ഥലം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ആദ്യമൊക്കെ വലിയ ഉത്സാഹത്തോടെ പുള്ളി സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണെന്നൊക്കെ പറഞ്ഞു തുള്ളിയാടി ബഹളം വെച്ചെങ്കിലും ഒരു 3 മാസം കഴിഞ്ഞപ്പം മുതൽ പുള്ളിയെ കാണാനില്ല, മുന്നിലത്തെ കസേര കാണാനില്ല. ഒരു 11 പുള്ളി വരും. വന്നാ പിന്നെ ചരിഞ്ഞിരുന്ന് ഉറക്കമാണ്. ഒരു വചനവും എന്ത് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചേ ചരിഞ്ഞിരുന്ന് ഉറക്കമാണ്, വചനം ശ്രദ്ധിക്കത്തില്ല. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തു, അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ യോഗമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ നേരത്ത് ദൈവദാസന്മാർ പറയുമല്ലോ, നമുക്ക് 3 ഹല്ലേലൂയ പറയാമെന്ന് അല്ലേ. അപ്പൊ എല്ലാവരും കൂടെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞപ്പോ ഈ പുള്ളി ചാടി ഉറക്കത്തിൽ നിന്നിച്ച് കയ്യാല. ഇപ്പൊ പുള്ളിക്ക് തിരിഞ്ഞ് എന്തോ ഹല്ലേലൂയ കയ്യാലയായിട്ടാണ് പുള്ളിക്ക് തിരിഞ്ഞ്. എന്തോ ഉറങ്ങുന്നവരിടയ്ക്കൊക്കെ എന്തോക്കെ വിളിച്ചു പറയുമെന്ന് അറിയത്തില്ല, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. അകത്ത് കയ്യാല കയറിയ വായിക്കൂടെ കയ്യാലയല്ലാതെ പിന്നെ എന്താ വരുന്നത്? അകത്ത് ഹല്ലേലൂയ ഉണ്ടേലേ വായിലൂടെ എന്തോ വരുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് ഭാഗ്യമാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീ. നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഭൂമിയിലെ ആത്മാവല്ല. ഞാൻ അങ്ങോട്ട് പോയാൽ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരും. സ്വത്രം. ഒരു സ്വർഗീയ ആത്മാവിന്റെ ശക്തി. എന്തുവാ ആത്മാവ് ഇവിടോട്ട് വന്ന് എന്തുവാ ചെയ്യുന്നത്? എൻ്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കുമാറ്. എന്നിലെ ആദാമ്യ മനുഷ്യനെ ഒതുക്കി, എന്നിലെ ആദാമ്യ മനുഷ്യനെ ക്ഷീണിപ്പിച്ച് ക്രിസ്താനുരൂപമായ ഒരു മനുഷ്യനെ എന്നിൽ പുതുക്കി. ആണോ? ഈ ക്രിയയൊക്കെ നടന്നില്ലെങ്കിൽ കർത്താവ് വന്നാലും നമ്മൾ ഇതുപോലെ സ്ത്രീ സമാജം കൂടരുത്. ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കണം ദൈവമക്കളെ. പോട്ടെ, 2 യുഗങ്ങളിൽ ജീവിച്ച സഹോദരിമാർ ദൈവപദ്ധതിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ലക്ഷ്യം തെറ്റി ജാതികളോട് ഇടകലർന്ന് അവര് ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്ത് വേണ്ടാത്ത വഴികളിൽ നടന്ന്, ബോധിച്ച വഴികളിൽ നടന്ന്, സ്വന്തം വഴികളിൽ നടന്ന് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം മിണ്ടാതിരുന്നു. വ്യക്തികളിൽ ദൈവം മൗനമായാൽ, സഭയിൽ ദൈവം മൗനമായാൽ, ദേശത്തോടുള്ള ദൂതിന്റെ മുൻപിൽ ദൈവം മൗനമായാൽ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിനോട് ചോദിക്കണം, ദൈവിക മൗനതയുടെ കാരണം എന്താ? ഭയപ്പെടണം നമ്മൾ ദൈവത്തെ കേട്ടോ. നമുക്കറിയാവുന്നതെല്ലാം ദൈവാത്മാവ് തന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് പറയവല്ല. ഹല്ലേലൂയ. ലോഗോസ് എന്നും ഇവിടെയുണ്ട്. എന്നാൽ ഇന്ന് പറയേണ്ട റൈമ, ഇന്ന് പറയേണ്ട റൈമ എവിടെ?
ഹോ ഹല്ലേലൂയ. ഇന്ന് തൻ്റെ മുൻപിൽ കൂടി വന്നിരിക്കുന്ന ജനത്തിന് കൊടുക്കുവാനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്റെ അറിവിൻ്റെ ആലോചനയല്ല, അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതല്ല. ഇന്ന് പകൽ കൊടുക്കേണ്ടത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുവാൻ. ഓ ഹല്ലേലൂയ, നമുക്ക് കഴിയണം. ദൈവിക മൗനത അത് തന്നെ ഒരു വലിയ വിഷയം. കർത്താവ് സംസാരിക്കും കേട്ടോ, കർത്താവ് സംസാരിക്കും. ഇങ്ങനല്ല, ഇങ്ങനെ. എവിടാ ദൈവശബ്ദം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ലഭിക്കുന്ന ഒരു ധൈര്യം, ഹല്ലേലൂയ, അപ്പോൾ ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് വലിയ പ്രത്യാശയും ധൈര്യവുമായി നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളേണ്ടത്. ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കണം, നീ ദൈവത്തിൻ്റെ പൈതലാകുന്നു എന്ന്. അപ്പൊ ശബ്ദം ഇങ്ങനല്ല, ശബ്ദം ഇങ്ങനെ. അങ്ങനാണെങ്കിൽ അകം മുഴുവൻ ക്ലിയർ ആയിരിക്കണം. ആ ശബ്ദം കേൾക്കണമെങ്കിൽ കാറിന്റെ വൈപ്പർ കൊണ്ട് അതിന്റെ കണ്ണാടി തുടയ്ക്കുന്നത് പോലെ നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ചിന്തകളിൽ വന്നു വീഴുന്ന മൂടൽ കൊച്ചു പൊടിപടലങ്ങൾ മുഴുവനും തുടയ്ക്കാതിരുന്നാൽ മുന്നോട്ടുള്ള യാത്ര അവ്യക്തം. വ്യക്തമാണെങ്കിലും ക്ലിയർ അല്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ എന്ത് ചെയ്യും? തുടയ്ക്കും. അതുപോലെ തുടയ്ക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടും അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ദൈവിക മൗനതയുടെ മുൻപിലും എന്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു? പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. കരയുവാൻ ഏറ്റെടുത്ത ദൈവ പൈതലേ, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഏറ്റെടുത്ത ദൈവത്തിന്റെ പൈതലേ, തങ്ങൾ ഏകാഗ്രതരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ്, പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുന്ന അവന്റെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടി നടക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഈ നിശബ്ദതയുടെ നടുവിലും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം പ്രാർത്ഥിച്ചോണ്ടിരുന്നവന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരണം. അതിന് നമ്മുടെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകെ. അബിയാക്കൂറിൽ 24-ാമത്തെ കൂറിൽ 8-ാമത്തെ കൂറ്, 24,000 കൂറിൽ 8-ാമത്തെ കൂറിൽ, സ്തോത്രം, ആ തലവന്മാരുടെ പേര് അബിയാക്കൂറ്. അബിയാക്കൂറിന്റെ കീഴിലുള്ള 8-ാമത്തെ ശുശ്രൂഷകനാണ് ആര്? സക്കറിയാവ്. തികച്ചും അനുകൂലമായ ഒരു ആത്മീയ അന്തരീക്ഷമല്ല സക്കറിയാവിന്റെ കാലഘട്ടത്തിൽ. ആണോ? അല്ല. ലോകം ഭാഗ്യമെന്ന് പറയുന്നത് അതാ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ടില്ല. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. പക്ഷേ ലോകം ഭാഗ്യമെന്ന് പറയുന്നതൊന്നും അവരുടെ കൈകളിലില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയില്ല. നിന്നയും അപമാനവും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്ന് ആ ദൈവശബ്ദം ഏറ്റെടുത്ത ഭക്തൻ ആലയം വിടാതെ ധൂപം കാട്ടിക്കൊണ്ടിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ, ആക്ഷേപങ്ങളുടെ നടുവിൽ, ലോകം ചോദ്യം ചെയ്യുന്നതിന്റെ നടുവിൽ പ്രാർത്ഥന എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലൊരു തീരുമാനമെടുക്ക്. എന്തെല്ലാം നിന്ദ വന്നാലും, എന്തെല്ലാം ഒറ്റപ്പെടൽ വന്നാലും, എന്തെല്ലാം ആക്ഷേപം വന്നാലും എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ഉലച്ചിലും വരികയില്ല. ഇതൊക്കെ വലിയ തീരുമാനങ്ങളാ ദൈവത്തിന് മക്കൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ തലങ്ങൾ ഇന്ന് പകൽ ഉണർത്തപ്പെടണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരത്തോടെ അടിയൻ കൽപ്പിക്കുകയാ. ആത്മതലം ദൈവജനത്തിന്റെയും സഭയുടെയും ആത്മതലം ഉയർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മടുത്തുപോയ പ്രാർത്ഥനാ തലങ്ങൾ ഉണർത്തപ്പെടട്ടെ, ആരാധന തലങ്ങൾ ഉണർത്തപ്പെടട്ടെ,
പ്രാർത്ഥിക്കുന്നവർ പോലും തമ്മിൽ പോരടിച്ചുകൊണ്ട്, സ്തോത്രം, ഐക്യത വെളിപ്പെടുത്താൻ കഴിയാതെ മല്യുദ്ധം ചെയ്തു നിൽക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് പൈശാചിക മേഖലയാണെന്ന് നാം തിരിച്ചറിയണം ദൈവമക്കളെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൂതൻ അകത്തു വരും, ഇന്നും വരും. പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിച്ച്, ഇതാ വാക്യം ഞാൻ പറഞ്ഞത്, തങ്ങൾ ഏകാഗ്രതരായിരിക്കുന്നവർക്ക് താൻ ദൈവമെന്ന് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവം തന്റെ ശക്തി പകരേണ്ടതിന്, ദൈവം തന്റെ വിഷൻ പകരേണ്ടതിന്, ദൈവം തന്റെ ദൗത്യം പകരേണ്ടതിന് ഇന്ന് നമ്മിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതനകത്ത് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് വരണമെങ്കിലും ചില ക്വാളിറ്റി ഒക്കെ ആ കുടുംബത്തിനുണ്ടായിരുന്നു, അല്ലേ? ഏതു കാലത്തും ഭക്തി മുറുകെ പിടിച്ച ഒരു കുടുംബമായിരുന്നു. ഏത് കുടുംബം? സക്കറിയാവിൻ്റെ കുടുംബം. നമ്മുടെ കുറിവാക്യം മറന്നുപോകല്ലേ. അങ്ങനെ യഹോവയുടെ കൈയുള്ള ഒരു തലമുറ ജനിക്കണമെങ്കിൽ അവൻ വളരുന്ന വീടും അവൻ ജനിക്കേണ്ട വീടും ഇങ്ങനെയുള്ളതായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർ എൻ്റെ കൂടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആമീൻ ഒരിക്കലും നഷ്ടമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിനെല്ലാം മറുപടി വെളിപ്പെടുന്ന സുദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൈവം ഭൂമിയിൽ ഇടപെടുകയാണ്. ഈ ഏലി പുരോഹിതന്റെ കാലം ഒട്ടും ആത്മീയർക്ക് ചേരുന്നതല്ല, ആണോ? ആലയത്തിനകത്തെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പലതും നമ്മുടെ മനസ്സിന് നൊമ്പരമാ, പലതിനും നമുക്ക് വേദനയാ, പ്രതികരിക്കാൻ ശക്തിയില്ല. കണ്ണുനീരോടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം മൗനത വെടിയുന്ന നാളുകൾ മുൻപിലുണ്ട്. ദൈവം ഇടപെടുന്ന നാളുകൾ മുൻപിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗപീഠത്തെങ്കിലും ആലയത്തിലും നടക്കരുതാത്തത് നടക്കുമ്പോഴും ശമൂവേൽ എന്ന ബാലൻ എവിടാ നിൽക്കുന്നത്? അവൻ സാക്ഷ്യപ്പെട്ടകത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ സാക്ഷ്യപ്പെട്ടകത്തോടെ ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. എന്തുവാ അരുളപ്പാട്? നീ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അരുളപ്പാട് ഈ തലമുറയ്ക്ക് കൊടുക്കാൻ. ഇന്ന് ക്രിസ്തീയ ശുശ്രൂഷകളെല്ലാം ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് പോലെ എടുക്കുക, അല്ലയോ? എല്ലാം ഇന്ന് നീ ഇപ്പം പോകുന്ന പോക്ക് ക്ലിയറാണ്, ദൈവം നിന്റെ കൂടുണ്ട്, ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസംഗത്തിൻ്റെ ആകത്തുക, അല്ലേ? ഒരെണ്ണം ഗുണപ്പെടണമെന്ന് എവിടെയാലും ഒരെണ്ണം പ്രസംഗിക്കുന്നുണ്ടോ? കാരണം വേദന കിട്ടത്തില്ല. ഇനി ഇപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കുമോ? ഈ അടുത്തിടയിലെങ്കിലും എന്ത് ചെയ്യത്തില്ല. ഈ വിളിച്ചത് വിളിച്ചു. ഞാൻ എഴുന്നേക്കുന്നിടത്തൊക്കെ പറയും, എനിക്കങ്ങനെ വിളിച്ചോ വിളിച്ചില്ലയോ എന്നുണ്ട് വിഷയമല്ല. ഈ ദൈവം അയച്ചു തന്ന ലെറ്റർ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് സ്വയം വായിക്കുന്ന എന്തിനാ? അത് ആരുടെ അഡ്രസ്സിലാ വന്നെന്ന് വെച്ചാൽ അവിടോട്ട് കൊടുത്തേച്ച് പോകണം. അവര് പൊട്ടിച്ച് വായിച്ച് ചിരിക്കുകയോ കരയുമോ സന്തോഷിക്കുകയോ എന്തോ എല്ലാം ചെയ്തോട്ടെ. ഞാൻ ഇതെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് വായിച്ച് ഏക്കേതാ പൂക്കേതാന്നറിയാൻ വയ്യാതെ ഞാൻ എന്തിനാ ഇത് വീട്ടിൽ കൊണ്ടുവന്നത്? അതുകൊണ്ട് ഇവിടെ ഉള്ള ലെറ്റർ ഇവിടെ തന്നിട്ടേ പോകത്തുള്ളൂ, ഞാൻ കൊണ്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നാളുകളായി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം മൗനത വെടിയും, സഭയോടുള്ള മൗനത വെടിയും, കുടുംബങ്ങളോടുള്ള മൗനത വെടിയും.
വെടിയും, ദേശത്തോടുള്ള മൗനത വെടിയും. ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്നവനിലൂടെ ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ദൈവം വന്ന് സംസാരിച്ചു. കാര്യങ്ങൾ അവിടെ ക്ലിയറാണ്. ഒരു സന്തതി ജനിക്കും, അതിങ്ങനെ ആയിരിക്കും. അവൻ ആരായിരിക്കും, എന്തായിരിക്കും, അതിൻ്റെ പിൻപിൽ ത്യാഗം അനുഭവിച്ച ഒരു ഭക്തൻ. അല്ലേ? ദൈവഹിതം പലകയിൽ എഴുതേണ്ടതിന് വരെ മൗനത പോലും സഹിക്കേണ്ടി വന്ന, അധരം പോലും ബന്ധിക്കപ്പെട്ടവനായി ഒരു പിതാവ്. കൊച്ചു കാര്യമാണോ യഹോവയുടെ കൈ കൂടെ ഇരിക്കുന്ന ഒരു തലമുറയെ ജനിപ്പിക്കണമെങ്കിൽ? VBS നടത്തിയാൽ ഒക്കത്തില്ല, കൗൺസിലിംഗ് കൊടുത്താൽ ഒക്കത്തില്ല. അതെല്ലാം വേണം വേറൊരു സൈഡ്. സ്തോത്രം, സ്തോത്രം. യഹോവയുടെ കൈ കൂടെയുള്ള ഒരു തലമുറ ജനിക്കണമെങ്കിൽ അവൻ പാലിക്കേണ്ട നിയമമുണ്ട്. അവന്റെ മാതാപിതാക്കൾ പാലിക്കേണ്ട നിയമമുണ്ട്. അവൻ വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരിക്കണം? ദൈവം ഇടപെടുന്ന കുടുംബങ്ങൾ. കൊച്ചു കാര്യമല്ല ഇതൊന്നും, കേട്ടോ. ദൈവത്തിന് സ്തോത്രം. 6 മാസം കഴിഞ്ഞപ്പോ കൃപായുഗത്തിന്റെ ഒരു ആരംഭം ദൈവം കുറിക്കുകയും, നോക്ക, ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കണ്ണിയിൽ ദൂതനിറങ്ങി. കൃപായുഗത്തിന്റെ ആരംഭത്തിലും വേറൊരു സഹോദരിയുടെ അടുക്കൽ ആര് വരികയാണ്? ദൂതൻ വന്ന് അകത്തു വരികയാണ്. അകത്തു വന്നേച്ച് പറയുകയാണ്, കൃപ ലഭിച്ചവളെ. എപ്പോഴാ ഇത് കിട്ടിയെന്നറിയത്തില്ല. കഴിഞ്ഞ 40 ഇരുന്നപ്പോഴാണോ? മറിയയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കൃപ ഇന്ന പിടിച്ചോന്നാന്നോ പറഞ്ഞേ? കൃപ ലഭിച്ചവളെ. അപ്പൊ എപ്പോഴാ ഇത് ലഭിച്ചത്? ഹല്ലേലൂയ. കൃപ ലഭിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനം മുഴുവനും വിരലിൽ എണ്ണാവുന്ന ചിലർ ഒഴിച്ച് ബാക്കി മുഴുവനും പ്രമാണത്തെ മറന്നു കളഞ്ഞു ജീവിച്ചപ്പോൾ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് എഴുതി വെച്ച പ്രവാചക വാക്യത്തിൽ വിശ്വസിച്ച് ചില സഹോദരിമാർ പലസ്തീന്റെ പള്ളക്കാടുകളിൽ മാറിയിരുന്നു കൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ കൈകളാൽ തീർന്നു പോകാതെ, മരിച്ചു പോകാതെ, ബന്ധിക്കപ്പെടാതെ കാടുകളിലും ഗുഹകളിലും മാറി പാർത്തുകൊണ്ട് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, മശിഹിയേ എന്നിൽ വരണമേ. കാലം എത്ര വീർപ്പ് മുട്ടിച്ചാലും കരയുന്നവർ എവിടെയുണ്ടോ അവിടെ ദൂതൻ അകത്തു വരും. ദൂതൻ ഇടപെടും. ദൈവത്തിന്റെ പൈതലേ, കൂടെ ആരുണ്ടെന്ന് നോക്കത്തില്ല. നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ആരും നിന്നെ വിടുവിക്കാനില്ലെന്ന് തോന്നുന്ന ഇടത്ത്, നിന്റെ മേലുള്ള മാനുഷിക കരങ്ങൾ ബലമുള്ളതാണെന്ന് തോന്നുന്ന ഇടത്ത്, പുറത്തു വരാൻ കഴിയുകയില്ലെന്ന് തോന്നുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ വീട്ടിൽ ദൂതനൊന്ന് ഇറങ്ങണേ കർത്താവേ? ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ദൈവദൂതൻ. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്പം പ്രയാസമുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആ സ്ഥലത്തോട്ട് പോയി, അങ്ങോട്ട് പോയപ്പോൾ ആരും എന്നെ കണ്ടില്ല. എൻ്റെ കൂടെ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവിടെ കടന്നു ചെന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, വന്ന വഴിയായി പോകരുത്, വന്ന വഴിയായി തിരിച്ചു വരരുത്. വേറെ വഴി ഏതാന്ന് ഞങ്ങൾക്കോട്ട് അറിയത്തുമില്ല. അന്ന് കാറുമൊന്നുമില്ല. ബസ് കയറി ഓട്ടോ പിടിച്ചു നടന്നുമൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ എങ്ങാണ്ടുകൂടി ഇങ്ങനെ ഞാൻ പറഞ്ഞു, കുഞ്ഞെ വന്ന വഴിയായി പോകല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തോ അപകടം അവിടെയുണ്ട്. പക്ഷെ ഞങ്ങൾ വേറൊരു വഴി കണ്ടു. ആ വഴി എവിടെ ചെല്ലുമെന്നൊന്നും അറിയത്തില്ല. ആ വഴിയെ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് മുൻപേ ഒരു പുരുഷ രൂപം മുൻപിൽ കടന്നു പോകുകയാണ്.
ഞാൻ ആണ്ടിട്ട് പറഞ്ഞു, നമുക്കിന്ന് ചോദിക്കാം വഴി ഈ ആളിനോട്. ഞങ്ങൾ നടക്കുന്തോറും അയക്കും സ്പീഡ് കൂടുക. അങ്ങനെ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കലും എത്താൻ കഴിഞ്ഞില്ല. ദൂരെ 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 നടന്നു പോകുക. ഇന്നുമുണ്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ! പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ മാത്രമല്ല, ലില്ലിക്കുട്ടിക്ക് വേണ്ടി ഇവിടെ ഇറങ്ങുന്ന ദൂതനുണ്ടെന്ന്. ഞങ്ങൾക്ക് വഴി ഒരു കറക്റ്റ് വഴിയിൽ കൊണ്ടെത്തിച്ചു ആ മനുഷ്യനെ. പിന്നെ കണ്ട് അപ്പോഴാ മനസ്സിലാകുന്നത് ദൈവദൂതനായിരുന്നല്ലോ അത്. മുഖം കണ്ടില്ല, ഒരു പുരുഷ രൂപം നടന്നു പോകുന്നു. ആ മനുഷ്യൻ്റെ പുറകെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഒരു ക്ലിയർ പിക്ചർ റോഡിൻ്റെ കിട്ടുന്നത് വരെ അദ്ദേഹം ഞങ്ങൾക്ക് മുൻപേ നടന്നുപോയി. നിനക്ക് വഴി കാണിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന ഇടത്ത്, നിന്നെ സംരക്ഷണ ചെയ്യുവാൻ ആരുമില്ലെന്ന് തോന്നുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. സ്തോത്രം. അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. 38 വർഷം ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ. ഗ്രാമങ്ങളിൽ കടന്നുപോയി ഞങ്ങൾ സഹോദരിമാർ ഒന്നിച്ചുകൂടി, സഹോദരിമാർക്ക് ഒരു ബലത്തിന് വേണ്ടി പറയുകയാണ്. അവരുടെ ഭാഷ എന്തെന്ന് അവരുടെ സ്കൂളിൽ പോയി പഠിച്ച് അവിടെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കാൻ എന്നുള്ള വ്യാജേന എന്നൊക്കെ തെറ്റാണ് കേട്ടോ, പഠിപ്പിക്കാൻ തന്നെ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ, 1, 2, 3 ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ സംരംഭം ഒരുക്കി ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തി. അങ്ങനെ അവിടെ ഒരു ആരാധന. ഇവരെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും അമ്മമാർ വരും. അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. നേരിട്ട് യേശുവിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ ആർക്കും വേണ്ട. യേശു ഇപ്പം നിൻ്റെ പ്രശ്നം തരാം. അവർ തിരിച്ചു പറയും, നിൻ്റേത് ആദ്യം ഒന്ന് തീർക്കാം, പിന്നാട്ട് ഞങ്ങളുടേത്, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിപ്പോൾ വില പോകത്തില്ല, അവർ പ്രശ്നമൊക്കെ പരിഹരിച്ചോളും. ചെറുകെ അവരുടെ ഇടയിൽ സുവിശേഷീകരണം നടത്തി. അങ്ങനെ ഒരു സഭ സ്ഥാപിതമായി. ജാതികളാൽ തന്നെ വിടുവിക്കപ്പെട്ട ദൈവജനം ആയിട്ടവർ മാറി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ മുന്നോട്ട് വരവേ ഒരു രാത്രി കുടുംബാരാധന കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ളവരും ചേർന്നിരിക്കുമ്പോൾ 2 പോലീസുകാരും കുറേ ആൾക്കാരും കൂടെ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി. എൻ്റെ ചേച്ചിയുടെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ പോലീസ് ചങ്ങലയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ അവരെൻ്റെ പേര് ചോദിച്ചു. ഉണ്ട്, പേടി വരുന്നു. എല്ലാവരുടെ നിശബ്ദത കണ്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നേ. സ്തോത്രം. സുവിശേഷം നിമിത്തം എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ പൈ. പക്ഷെ അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ട് സ്തോത്രം. അവര് പറഞ്ഞു, ഉണ്ടോ ഇവിടെ? ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ വേദോസ്ത അവിടെ വെച്ചു. കുടുംബാരാധന കഴിഞ്ഞ് അവരോട് ഇച്ചിരി വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വാതിക്ക മുട്ട് കേട്ടത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ പോലീസ് ചങ്ങലം കൊണ്ട് നിൽക്കുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ രാത്രി 8:45 വന്നിരിക്കുക. അപ്പം എനിക്ക് ആദ്യം ഒരു പേടി ഇങ്ങനെ തോന്നിയെങ്കിലും ദൈവം ഒരു വാക്യം എനിക്ക് അതിൻ്റെ ചില ദിവസങ്ങൾക്ക് മുമ്പേ തന്നിരുന്നു. വെറുതെ ദ്രോഹിക്കുന്നവർ ഒന്ന് പറഞ്ഞേ ദൈവമക്കൾ, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. പെട്ടെന്ന് ഈ വാക്യം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് തന്നു. ഞാൻ ഈ വാക്യം അവിടെ നിന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ ഇന്നതുപോലെ ചെയ്തോ? ഞാൻ പറഞ്ഞില്ല. എന്നാലും കയറ് ജീപ്പിലേക്ക്. ഞാൻ പറഞ്ഞു, ഇപ്പം കയറാനൊക്കത്തില്ല. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വരും. സാർ പൊക്കാട്ടെന്ന് പറഞ്ഞു. ഇവരെന്തെടുത്തെന്നറിയാം, വന്ന പോലെ പോവാം. എന്നെയും കൊണ്ട് അത് പറയിപ്പിച്ചതാരാന്ന് ഇപ്പം എനിക്ക് ഓർത്താൽ ഒരു ശകലം കിലുക്കം വരുന്നുണ്ട്. പക്ഷെ അന്നേരം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൂടെ വരികയില്ല. നിങ്ങൾ പോകാം. ഞാനിവിടം വിട്ട് ഈ രാത്രി എങ്ങും പോകുകയില്ല. ഞാൻ രാവിലെ 10 മണിയാവുമ്പോൾ സ്റ്റേഷനിൽ വരും. അപ്പോഴാണ് പറഞ്ഞ് അവിടെ ആലപ്പുഴക്കാരനൊരു SI മലയാളത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിവിടം വിട്ട് എങ്ങും പോകുകയില്ല, സാർ പോക്കോ. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ അവിടെ വരും. ഞാൻ 10 മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി. ആ SI എന്നോട് വളരെ മോശമായ നിലയിൽ സംസാരിച്ചു. ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു.
അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നീ എന്നാ പിറുപിറുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുക. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ഈ മലയാളി ASI ഓടി വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ശരിയാകത്തില്ല, ഈ സിസ്റ്ററെ എൻ്റെ റൂമിലേക്ക് വിടെന്ന് പറഞ്ഞു. അവിടേക്ക് ചെന്നപ്പോൾ ഞാൻ തെറ്റ് ചെയ്തത് കണ്ട 15 പേരാണ് എനിക്കെതിരെ സാക്ഷി പറയാൻ അവിടെ നിരന്ന് നിൽക്കുന്നത്. എന്ത് തെറ്റാന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ വയ്യ, എനിക്കും അറിയാൻ വയ്യ, അവർക്കും അറിയാൻ വയ്യ. പക്ഷെ കണ്ടു. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. സംഗതി ഭയങ്കരമായി. എവിടെ നിന്നോ അന്ന് സാംഗ്ലിയാന സാറ് അവിടുത്തെ കമ്മീഷണറായിട്ട്, ആ പട്ടണത്തിൻ്റെ കമ്മീഷണറായിരിക്കുന്ന സമയമാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, സാംഗ്ലിയാന സാർ പെന്തക്കോസ്തുകാരനാണല്ലോ, സാറിൻ്റെ അടുക്കപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് മുമ്പേ കേസ് മേപ്പെട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരിടത്തും പോകുന്നില്ല. ദൈവത്തിന് എന്നെ വിടുവിക്കാൻ കഴിയും. കാരണം ഒരാഴ്ച മുൻപേ വചനം എനിക്ക് തന്നു, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ധൈര്യത്തോടെ ചുണയായിട്ടൊരു വാക്യം ഒന്ന് പറഞ്ഞേ ദൈവത്തിൻ്റെ പൈതല്. ഒരു ഇരിപ്പ് കണ്ടോ, എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും വലിയ നല്ല വചനം പറഞ്ഞിട്ടും അത് നിനക്കല്ലേ, എനിക്കൊന്നും അല്ലല്ലോ. വരുന്നുണ്ട് പുറകെ കേട്ടോ. ഇങ്ങനെ സുഖമായി പോകാമെന്ന് വിചാരിക്കണ്ട. കാലം തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. പ്രൈസല്ലോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ, എനിക്കിന്നും അറിയത്തില്ല അദ്ദേഹത്തെ ആ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് ആരാണ്. എനിക്ക് ഇവിടെ ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറഞ്ഞ് നിൽക്കുമ്പോഴും എനിക്കറിഞ്ഞുകൂടാ ആ വലിയ മനുഷ്യനെ ആരാണ് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ചാടി കയറി ഇങ്ങോട്ട് വന്നിട്ട് ഈ SIയോട് ചോദിച്ചു, നിനക്കറിയാമോ ഇതാരാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഇങ്ങനൊരു കേസ് കിട്ടി, അങ്ങനെയാണ്. നിനക്ക് ധൈര്യമുണ്ടോ ഈ സ്ത്രീയുടെ പേരിൽ കേസെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാനും വിചാരിച്ചു, ഈ മനുഷ്യൻ എന്തോ, ഇയാളെ എനിക്കും അറിയത്തില്ല, അയാൾക്ക് എന്നെ അറിയാവുന്ന നിലയിലാണ് അയാളുടെ സംസാരം. എന്നോട് പറഞ്ഞു, സിസ്റ്റർ അവിടെ മാറിപ്പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ മാറിപ്പോയി അവിടെ നിന്നു. ഈ 15 പേരോട് ചോദിച്ചു, ഈ സഹോദരി തെറ്റ് ചെയ്യുന്നതായിട്ട് നീയൊക്കെ കണ്ടോന്ന് ചോദിച്ചു. അവന്മാർ അവിടെ നിന്ന്. ചുരുക്കം ഞാനങ്ങ് പറയുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ SI ഒരു പോലീസുകാരനോട് പറയുക, പോലീസ് ജീപ്പിൽ ഇവരുടെ വീട്ടിൽ കൊണ്ടുവിടാൻ. ദൈവം ആരാ? ദൈവത്തിൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ദൈവമക്കൾ. എനിക്ക് സ്തുതിക്കാതിരിക്കാൻ തരമില്ല. നമ്മുടെ ദൈവം മഹാദൈവമല്ലോ. നമ്മുടെ പുറകിൽ സംഘടനാ ബലമില്ല. എനിക്ക് 3 ആങ്ങളമാരുണ്ട്. അവർക്കൊന്നും ഈ നിമിഷം വരെ അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നെന്ന്. സ്തോത്രം. എന്നോട് പലരും ചോദിച്ചു, അന്ന് കേസ് ഫയൽ ചെയ്ത് പോയിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു, എൻ്റെ തലയിലെ ഒരു രോമം താഴെ വീഴണമെങ്കിൽ എനിക്കൊരപ്പനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിയും താഴെ വീഴുകയില്ല. വിശ്വസിക്കാമോ? 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 ഹല്ലേലൂയ. 2 തലമുറ ഇറങ്ങി വരികയാണ്. അടുത്ത തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുത്തു, ആലോചന കൊടുത്തു. അവൾ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് അറിയാൻ വയ്യ. ദൂതൻ പറഞ്ഞു, വലിയ തിയോളജി തലപുകഞ്ഞ് ആലോചിക്കണ്ട. നിന്റെ മാനുഷികമാകുന്ന പരിമിതികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനാ നിനക്ക് മറിയേ എന്ന് വിളിക്കാതെ നിന്നെ ഞാനൊരു പേര് വിളിച്ചത്. എന്തുവാ? കൃപ ലഭിച്ചവളെ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മറ്റൊന്നുമില്ലെങ്കിലും നിനക്ക് ലഭിച്ച ദൈവകൃപ അത് നീ വ്യർത്ഥമാക്കരുത്. 2 തലമുറ 6 മാസത്തെ വ്യത്യാസത്തിൽ പിറന്നു വീണു. ബാക്കിയുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അവർ പിറന്നു വീണു. സ്തോത്രം. ഈ ആദ്യത്തെ തലമുറയോട്
എലിസബത്ത് പറഞ്ഞു, മോനെ, നീ ഒരു നല്ല പുരോഹിതൻ്റെ മകനായി ജനിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു. നിനക്ക് കഴിക്കാൻ വല്ലതുകൊണ്ട് വേണ്ടാത്ത പാട് അല്ലേ? ആട്ടിറച്ചി, ഭോജനയാഗത്തിൻ്റെ മാവിൻ്റെ അപ്പം ഒക്കെ നിനക്കൊണ്ടെങ്കിലും ചെറുക്കം കാട്ടുതേനും വെട്ടുക്കിളിയുമേ തിന്നുള്ളൂ. അതിപ്പോൾ ആരുടെ കുഴപ്പമാണ്? അല്ലേ? സമയം ആലയത്തിലെ ഭക്ഷണമുണ്ടെങ്കിലും അവനത് വേണ്ട. അവൻ പറഞ്ഞു, എൻ്റെ വിളി ഒരു പുരോഹിതൻ്റെ പിന്തുടർച്ചാവകാശം ചെയ്യാനല്ല, എൻ്റെ വിളി ഞാൻ തിരിച്ചറിയുന്നു. നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. രൂപം കൊണ്ടും ഭക്ഷണം കൊണ്ടും ഭാവം കൊണ്ടും ആകാരഭംഗി കൊണ്ടും അവൻ പ്രവാചകനായി മാറുകയായിരുന്നു. ഓ ഹല്ലേലൂയ! വചനം അവനെ രൂപാന്തരപ്പെടുത്താൻ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കേൾക്കുന്ന വചനം നമ്മുടെ അകത്ത് അതിൻ്റെ ക്രിയ ചെയ്യാൻ സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യഹോവയുടെ കൈ നിന്റെ കൂടിരിക്കും. അമ്മ അവനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ എവിടെ പോണം? മരുഭൂമിയിലേക്ക് പോണം. നമ്മൾ വിടുമോ? ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച ഒരു കുഞ്ഞ്, ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് ഇടപെട്ട് സകല കാര്യങ്ങളും ഇത്രയും വലിയ പ്രോമിസുകളുള്ള ഈ കുഞ്ഞിനെ വെള്ളമില്ലാത്ത, തേളുള്ള, ചൂടുള്ള, ആഹാരമില്ലാത്ത, തണലില്ലാത്ത മരുഭൂമിയിൽ ആര് വിടും? നമ്മൾ കൈവെട്ടാനൊക്കെ വേഗം വിടുകരാ. ആഴത്തിലൊന്ന് ഓർത്തു നോക്കി. യഹോവയുടെ കൈ വെളിപ്പെടേണ്ട പൈതലിനെ ദർശനമുള്ള മാതാപിതാക്കൾ ജീവിതാനുഭവങ്ങൾ തൊട്ടറിയാൻ അവസരമുണ്ടാക്കി കൊടുത്തു. മരുഭൂമിയിലേക്ക് അവൻ പോയി. എല്ലാം ഉപേക്ഷിച്ച് അവൻ മരുഭൂമിയിലേക്ക് പോകുകയും ആ മരുഭൂമി അവനെ ഒരു വലിയ പ്രസംഗകനാക്കി, പരീക്ഷ ജയിച്ചവനാക്കി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ മരുഭൂമി ഒരു പ്രവാചകനാക്കി മാറ്റി, ഒരു പ്രസംഗകനാക്കി മാറ്റി. നമ്മളെ വിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് 4 വർഷം ഹോസ്റ്റലിൽ പഠിച്ചേച്ചു വരുമ്പോൾ ആരായിട്ടാ വരുന്നേ? നമ്മുടെ കുഞ്ഞുങ്ങൾ 4 വർഷം നിങ്ങൾ വരണം ബാംഗ്ലൂർ പട്ടണത്തിൽ. ഇവിടുത്തെ പെന്തക്കോസ്തുകാരായ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണണമെങ്കിൽ ആ പട്ടണത്തിൽ വരണം. പട്ടണത്തിൻ്റെ മ്ലേച്ഛത, പട്ടണം കൊല്ലുന്ന, പട്ടണം അവരുടെ ആത്മമണ്ഡലങ്ങളെ ഇല്ലാതാക്കുന്ന, സ്തോത്രം, വിരലിലെണ്ണാവുന്നവർ മാത്രം വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ആരാധന വേണ്ട. പല നഴ്സിംഗ് കോളേജുകളിലും ഞാൻ പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇവരെ കാണാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 4 വർഷം, 5 വർഷം, 6 വർഷം ഡോക്ടറേറ്റ് പഠിച്ചു കഴിയുമ്പോൾ, MBBS കഴിയുമ്പോൾ, എൻജിനീയറിംഗ് കഴിയുമ്പോൾ, MTech കഴിയുമ്പോൾ ആരായിട്ടാ വീട്ടിലേക്ക് വരുന്നത്? എലിസബത്തെ, നിന്നോടുള്ള വാഗ്ദത്തം എവിടെ? ആ വാഗ്ദത്തത്തിനനുസരിച്ച് ആ വചനം അവനെ രൂപാന്തരപ്പെടുത്താൻ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നിന്റെ പൈതലിനെ തള്ളിവിടാൻ ധൈര്യമുണ്ടോ ഇന്ന് പകൽ ചില മാതാക്കൾക്ക്? കർത്താവേ, രൂപാന്തരപ്പെടുത്തണമേ. യഹോവയുടെ കൈയുള്ള ഒരു തലമുറയായി എൻ്റെ തലമുറ മാറേണ്ടതിന് ഹല്ലേലൂയ ഞാൻ അവനെ അവിടുത്തെ കരങ്ങളിൽ തരികയാണ്. സ്തോത്രം, സ്തോത്രം. മരുഭൂമിയിൽ നിന്ന് കയറി വന്ന കുഞ്ഞ്, ആ കുഞ്ഞിനോട് അമ്മ പറയുന്ന വിശേഷപ്പെട്ട, നമ്മൾ പറയാത്ത കുറെ കാര്യം എലിസബത്ത് പറഞ്ഞു. എന്തുവാ പറഞ്ഞതെന്നറിയാം? മോനെ, നിന്റെ പുറകെ
വരുന്ന ഈ ആശാരി ചെറുക്കനുണ്ടല്ലോ, ആരായി പുറകെ വരുന്നേ? യേശു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വലിയ ബഹുമാനമുണ്ട്. അന്നെന്തുവാ? തച്ചൻ്റെ മകൻ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വീട്ടിലെ കുഞ്ഞ്, കഴിക്കാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. ഹല്ലേലൂയ. ആ വീട്ടിലെ കുഞ്ഞാണ്. ആകെയുള്ള പ്രശസ്തി എന്ന് പറയുന്നത് ദൂതൻ ആ വീട്ടിൽ വന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പനൊരു നീതിമാനായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും അവിടെ പറയാനില്ല. ഈ സ്വന്തം മോനോട് പറഞ്ഞു, മോനെ, നിന്റെ പിന്നാലെ കയറി വരുന്ന ഈ ആശാരിക്കുഞ്ഞിനു വേണ്ടി നീ വഴിമാറിക്കൊടുക്ക. പറയാമോ? മത്സരിച്ച് പഠിപ്പിക്കുന്ന മത്സര ലോകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തള്ളിവിടുകയാണ്. മാറിക്കൊടെന്ന് പറഞ്ഞു കൊടുക്കാൻ ആത്മനിറവുള്ള അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ? എന്തുവാ നമ്മുടെ തലമുറയെ പഠിപ്പിക്കുന്നത്? സകലത്തിലും ക്ഷേമമായിരിക്കണമെന്നാണോ? മറ്റുള്ളവരെ എങ്ങനെങ്കിലും തോൽപ്പിച്ച് നീ വലിയ ആളാകണമെന്നാണോ 24 മണിക്കൂറും പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ, ദൈവം തന്ന സ്ട്രക്ചർ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്. ആ സ്ട്രക്ചർ പോലെ ആകണമെങ്കിൽ ആ അച്ഛനകത്ത് അവരെ ഒരുക്കി കൊടുക്കണം. എന്തു പഠിപ്പിച്ചു നമ്മുടെ തലമുറയെ? ആലയത്തിൽ വന്ന് അടങ്ങിയിരിക്കാൻ പഠിപ്പിച്ചോ? ആലയത്തിൽ വന്ന് വേദപുസ്തകം തുറക്കാൻ പഠിപ്പിച്ചോ? കണ്ണടയ്ക്കാൻ പഠിപ്പിച്ചോ? പ്രാർത്ഥിക്കുമ്പോൾ ഡിസിപ്ലിനോട് ഇരിക്കാൻ പഠിപ്പിച്ചോ? കോളേജിൽ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചോ? സ്കൂളിൽ മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചോ? റോഡെ നടന്നു പോകുമ്പോ അർഹതയുള്ളവന് ഒരു നേരത്തേക്ക് അവനെ കരുണയോടെ തിരിഞ്ഞു നോക്കാൻ പഠിപ്പിച്ചോ? എന്തു പഠിപ്പിച്ചു? ആത്മനിറവുള്ള അമ്മയെ നീ. അന്യഭാഷ പിന്നെ പറഞ്ഞാൽ മതി, അന്യഭാഷ പിന്നെ പറഞ്ഞാൽ മതി. യഹോവയുടെ കൈ ശക്തിയോടെ ഇറങ്ങേണ്ടിയ ഒരു തലമുറയ്ക്ക് വാരിക്കോരി എന്തു കൊടുത്തു നാം? ഉടമനഹ ചങ്കൊന്ന് പൊടിയട്ട് ദൈവത്തിന് പൈസ, ചങ്കൊന്ന് നീറട്ട് ദൈവത്തിന്. ഭർത്താക്കന്മാരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിച്ചോ? ഭാര്യമാരെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിച്ചോ? നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ എന്തു പഠിപ്പിച്ചു? മറ്റൊരു സഹോദരി കുഞ്ഞു പെൺകുട്ടികളെ കാണുമ്പോൾ മൂത്തവരെ അമ്മമാരെ പോലെയും ഇളയവരെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും കാണണമെന്ന് പഠിപ്പിച്ചു കൊടുത്തോ? ഇന്നു വരെ അല്പം കൂടെ കടത്തി കയറി പറഞ്ഞാൽ നിന്റെ തലമുറ ശരിയായി തുണി കൊടുക്കാൻ പഠിപ്പിച്ചോ? കരയാം നമുക്ക്, കരയാം നമുക്ക്. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈകളിൽ ഒതുങ്ങുന്നില്ല കർത്താവേ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ആസക്തികളുടെ ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. പലതും നമ്മുടെ കുഞ്ഞുങ്ങളെ ആസക്തികളുടെ ലോകമാ വലിച്ചടുപ്പിക്കുകയാ. ഹല്ലേലൂയ. കാമ കണ്ണുകളുള്ള കഴുകന്മാർ ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാ. ഓ, നിന്റെ പൈതലിനോട് പറ, നീ എങ്ങനെയാ നിന്നെയും നിന്റെ ശരീരത്തെയും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന്, നിന്റെ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന്. നമ്മൾ എന്തു പഠിപ്പിച്ചു? Praise the Lord. 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 Hallelujah. ലോകം കണ്ട രണ്ട് വലിയ തലമുറ പിറന്നു വീഴുവാൻ ആ മാതാക്കൾ രണ്ടുപേരും വലിയ വില കൊടുത്തു.
വലിയ വില കൊടുക്കാതെ വിലയുള്ളതൊന്നും ജനിച്ചു വീഴുകയില്ല. എല്ലാവരും വളർത്തുന്നത് പോലെ വളർത്തി എന്നൊന്നും പറഞ്ഞ് പുകഴണ്ട. ഹല്ലേലൂയ. വീഞ്ഞും മദ്യവും മാടി വിളിക്കുന്ന ഒരു ലോകത്തിൽ യോഹന്നാൻ പറഞ്ഞു, എനിക്കിത് നിഷിദ്ധമാണ്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു യൗവനക്കാരുടെ ഒരു കൂട്ടം എൻ്റെ ചുറ്റും കൂടി. അവർ പറഞ്ഞു, ഞങ്ങൾക്കായിട്ട് മാത്രം, ഈ പ്രായമുള്ളതൊന്നും വേണ്ട, ഞങ്ങൾക്കായിട്ട് മാത്രം, ഞങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്, ആൻറ്റി ഞങ്ങൾക്കിത് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ എന്നെ കുഴപ്പിക്കില്ലേ, ആകെ കൂടെ മലയാളം 10ഓ 15ഓ ക്ലാസ്സേ പഠിച്ചുള്ളൂ, അതുകൊണ്ട് എന്നെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, പുസ്തകത്തിൽ വല്ലതും ഉള്ളതാണെങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞു തരാം. അവർ പറഞ്ഞു, ആദ്യത്തെ ചോദ്യം, കർത്താവ് കാനാവിലെ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി, വീഞ്ഞ് കുടിക്കാമോ? ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, ഈ പുസ്തകത്തിൽ ഗുണപ്പെടാനുള്ള എത്രയോ വാക്യമുണ്ട്. എത്രയോ സ്ഥലത്ത് വീഞ്ഞ് കുടിക്കരുത് എന്നെഴുതിയിട്ടുണ്ട്, നീ അത് കണ്ടില്ലയോ? എങ്ങനെ കുടിക്കാം അതിൻ്റെ ഗ്രീക്ക് തപ്പി അവൻ ഇറങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, കർത്താവ് അടുത്ത ബാറിൽ പോയി വീഞ്ഞു കൊണ്ടുവരില്ലായിരുന്നു, ആണോ? നിങ്ങളെല്ലാം പിണങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നിനക്ക് എത്രയും വെള്ളം വീഞ്ഞു വേണോ അത്ര വെള്ളം, മുന്തിരിയൊന്നും ഇവിടെങ്ങും കാണല്ലേ, മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ കർത്താവ് മുന്തിരി പിഴിഞ്ഞൊന്നും അല്ല അവിടെ ഉണ്ടാക്കിയതാണോ, വെറും പച്ചവെള്ളമായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, 1 ബക്കറ്റ് പച്ചവെള്ളം കൊണ്ടുപോവാ, എന്നിട്ട് നീ കൈവെക്ക, പ്രാർത്ഥിക്കരുത്. കർത്താവ് അങ്ങനാണല്ലോ ചെയ്തത്, അല്ലേ? എനിക്കറിയാം, ഇവൻ ഒരായുസ് മുഴുവൻ കൈവച്ചോണ്ടിരുന്നാലും എന്തോ ആകുകയില്ല, ഇവന് കുടിക്കാൻ ഒക്കുകയില്ല, കാരണം അവൻ്റെ മോട്ടിവേഷൻ ശരിയല്ല, ആണോ? അപ്പം അവൻ്റെ വീഞ്ഞു കൂടി അതോടെ തീർന്നു. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. ആസക്തികളുടെ ലോകം, അഡിക്ഷൻ്റെ ലോകം, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പോലും നമ്മളെ അഡിക്റ്റാക്കി. പിള്ളേരെ പറയണ്ട, ഇപ്പം വലിയ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും പുതപ്പിൻ്റെ കീഴെ മിന്നാമിനുങ്ങുന്നുണ്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം 11:30 കഴിഞ്ഞും 12 മണി കഴിഞ്ഞും ഒക്കെ ഈ അപ്പച്ചൻ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാൻ വയ്യ. വെളിപ്പെടും കേട്ടോ, ഗൂഢമായതൊന്നുമില്ല, സകല രഹസ്യങ്ങളും വെളിപ്പെടും. പിന്നെ അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓഫ് ചെയ്യേണ്ട സമയത്ത് ഓഫ് ചെയ്തോണം. ചിലരുടെ ഫോണിൻ്റെ പരവേശം കണ്ടാൽ മോദിജി വിളിക്കുന്ന പോലെ അടുത്തത് ഒപ്പിടാൻ കൊണ്ടിരുന്നുണ്ടോ, നീ ഉണർന്നിരിക്കുകയാണോ എന്നുള്ള. നമുക്കിതിന് ഇപ്പം ഇല്ലാതെ പറ്റത്തില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഇതിനകത്തൂടെ ഇല്ല. ഇത് പിശാചാന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഇതിനകത്തൂടെ പിശാച് വരരുത്. മനസ്സിലായി? ഇത് പിശാചൊന്നുമല്ല, ഇത് തലച്ചോറുള്ളവൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അത് നമുക്ക് പ്രയോജനത്തിന്, പക്ഷേ ഇത് നിന്നെ അടിമയാക്കല്ലേ, നീ അതിനെ അടിമയാക്കണം. പ്രൈസ് ദി ലോർഡ്. ആസക്തികളുടെ ലോകത്തിൽ യോഹന്നാൻ അരുളപ്പാട് പ്രാപിച്ചു. അവന്റെ ജീവിതം അവനോടുള്ള വാഗ്ദത്തത്തിനനുസരിച്ച് ഒതുക്കി വെച്ചു. തിന്നാനും കുടിക്കാനും അനുവദനീയമായതുപോലും യോഹന്നാൻ നോ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. ഐ ആം നോട്ട് എ പ്രീസ്റ്റ്, ഐ ആം എ പ്രോഫറ്റ്. ഞാനൊരു പുരോഹിതനല്ല, ഞാനൊരു പ്രവാചകനാണ്. പ്രവാചകൻ ദൈവത്തിൻ്റെ വായ, ദൈവത്തിൻ്റെ മനസ്സറിയുന്നവനാ. എനിക്കത് അറിയണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആലോചന സഭയിൽ പോയി ഇരിക്കണം. അവിടെ സമ്മേളനത്തിന് വിളിക്കുമ്പോൾ ഞാനിവിടെ കുടിച്ച് മതോന്മത്തനായി കിടന്നാൽ ആലോചന സഭയിൽ നിന്ന് ഞാൻ ഔട്ടാകും.
അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ കൗൺസിലിൻ്റെ ഒരംഗമായി എനിക്കിരിക്കണമെങ്കിൽ ലോകത്തിൻ്റെ ആസക്തി എനിക്ക് വേണ്ട. എത്ര പേർക്ക് തീരുമാനിക്കാൻ കഴിയും? എത്ര പേർക്ക് തീരുമാനിക്കാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളോട്, പ്രായമുള്ളവരോട് ഞാൻ പറയട്ടെ, എല്ലാം നല്ലതാ, നല്ലതിനായി ഉപയോഗിക്കുക. ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതിന് സകലതിനോടും നോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ബന്ധത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനൊരു തലമുറ അടുത്ത തലമുറയോട് മത്സരിക്കുന്ന ഒരു തലമുറയല്ല, മാറി നിന്ന് കൊടുക്കുന്ന. എന്നിട്ട് പറഞ്ഞു, ആ യോഹന്നാൻ പറഞ്ഞ ഒരു ശബ്ദമുണ്ട്, ഞാൻ കുറയണം. ഞാൻ ഇത് അക്സെപ്റ്റബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറയണം. ആർക്ക് തോന്നും ഇത്? അയ്യോ, നമുക്ക് ഈ വാക്യം ഒന്നും പറയാനുള്ള യോഗ്യത ഉണ്ടോ ദൈവമക്കളെ? അവൻ വളരണം. എന്തൊരു നല്ല ചിന്താഗതിയാ, ഇല്ലേ? അസൂയ ഇല്ലെന്നൊക്കെ പറയുകയും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും ഇത്രയും വേണമായിരുന്നു എന്ന്. എന്തായാലും ഇത്രയും വേണമായിരുന്നു. എനിക്ക് അസൂയൊന്നും ഉണ്ടായിട്ട് പറയുന്നല്ല, എന്നാലും ഇത്രയും വേണമായിരുന്നു. അതാ ചോദ്യം. ആരാധിക്കാൻ മുന്നിലാതാകുന്നത്. സ്തോത്രം. ഇതൊന്നും ശരിയായ ആത്മാവല്ല. നീ വിവേചിക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഇവിടെ ആളില്ലാത്തത് കൊണ്ട് കടാമുടാന്നും പറഞ്ഞ് 2-3 അക്ഷരം അങ്ങ് പറയുന്നല്ല ഉള്ളു. ഇതെല്ലാം ഒന്ന് വിവേചിക്കാൻ തുടങ്ങിയാൽ പലരും ഇവിടെ മിണ്ടുകയില്ല. ഇവിടുത്തെ കാര്യമല്ല, പെന്തക്കോസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇൻസ്റ്റന്റ് ആരാധനക്കാരിറങ്ങിയിട്ടുണ്ട്. സീപാസെ തല കുലുക്കി കൊണ്ടൊന്നും കാര്യമില്ല, ഞാൻ പറയുന്നതിനോടൊന്ന് അനുകൂലിച്ചു വാ. ഇൻസ്റ്റന്റ് ആരാധനക്കാരൻ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് അല്ല. ഈയിടെ ഒരു അച്ഛൻ ഇൻസ്റ്റന്റ് ആരാധനയും കൊണ്ട് കയറിയത് നിങ്ങളെല്ലാം മീഡിയയിൽ കണ്ടു കാണുമല്ലോ. പുള്ളി 119 സങ്കീർത്തനത്തിന്റെ മേളിൽ ഇരിക്കുന്ന തൗ ലൗ റൂ റീ എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ പറക്കി ഒരു 10 പൊട്ടിച്ചു. പിന്നെ മനസ്സിലായത് പറഞ്ഞത് തെറ്റിപ്പോയെന്ന്. ആരോടാ നീ കളിക്കുന്നത്? ആത്മീകം കളിയൽ തമാശല്ല. Spirituality is not a play. It is serious. ആത്മീകം സീരിയസ് ആകട്ടോ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പ്രാർത്ഥന ഇറ്റ് ഈസ് നോട്ട് ഈസിയായ ഒരു കാര്യമല്ലത്. ദാറ്റ് ഈസ് സ്പിരിച്വൽ വാർ. കാണാത്ത ഒരു ലോകത്തിലുള്ള ശക്തിയോട് കാണുന്ന ലോകത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഇടപാടാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മൾക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, the principalities of the air, ഈ ദുഷ്ടശക്തികൾ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന, ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ മുഴങ്കാൽ മടക്കുമ്പോൾ ആത്മലോകം വിറയ്ക്കും. സാത്താന്റെ ലോകത്തെ വിറപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാ നിറവുള്ള അമ്മ പറഞ്ഞു കൊടുത്തു, നിനക്കുള്ള നന്മയൊന്നും നിന്റെ പുറകെ വരുന്ന മറ്റൊരാൾ കൊണ്ടുപോകത്തില്ല മോനെ. നിന്റെ വിളി പ്രവാചകൻ എന്ന നീ ആ കുഞ്ഞിന് വേണ്ടി നിന്റെ വഴി മാറിക്കൊടുക്ക. അവൻ കയറിപ്പോട്ടെ മുന്നിലോട്ടെ. ഹല്ലേലൂയ. ഈ നല്ല ക്വാളിറ്റി നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഒരുക്കി എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുകയാ. സ്തോത്രം. പലരും പലതും ചോദിച്ചു. ഈ പൈതൽ എന്താകുമെന്നൊക്കെ ചോദിച്ചു. വലിയ വില കൊടുത്തൊരു തലമുറയെ കൊണ്ടുവരികയാണ്. മറിയയാണെങ്കിലും വലിയ വില കൊടുത്താണ് ഒരു തലമുറയെ പുറത്തു കൊണ്ടുവന്നത്. സ്തോത്രം. ദീർഘവർഷങ്ങൾ മരുഭൂമിയിൽ പരിശോധനകളും പരീക്ഷകളെയും അതിജീവിച്ച് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ, നസ്രായൻ ആത്മാവിൻ്റെ ശക്തിയോടെ
ഗലീലയ്ക്ക് മടങ്ങി വരുമ്പോൾ മതം തള്ളിയ ചിലരെ അവൻ കണ്ടുമുട്ടുകയാണ്. അവർ വല നന്നാക്കുന്നു, വല വീശുന്നു, അവിടെ ചുങ്കം പിരിക്കുന്നു. ഇങ്ങനെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മതത്തിനു വേണ്ടാത്ത ചിലരെ യേശുവിൻ്റെ കണ്ണുകൾ കാണുക. ഹല്ലേലൂയ. അവരോട് ചെന്ന് പറഞ്ഞു, ഫോളോ മീ. കർത്താവിന് നമ്മളെ വേണം. മതത്തിന് വേണ്ട നമ്മളെ, മതത്തിന് വേണ്ട നമ്മളെ, പക്ഷെ യേശുവിന് വേണം നമ്മളെ. ദൈവരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ കഴിയുന്നവനായി ഇവിടെ വലയിട്ടുകൊണ്ട് കടലിൽ നിൽക്കുന്നത്. പത്രോസേ, വാ എന്റെ പുറകെ. നിന്റെ ബലഹീനതകളെ മോൾഡ് ചെയ്ത് നിന്നെ ഞാൻ കരുത്തുള്ള ദൈവസഭയുടെ ഒരു തൂണാക്കി മാറ്റേണ്ടതിന്. ഇന്ന് പകലാദൂതി എന്നൊന്നുകൂടെ പറയട്ടെ. നമ്മുടെ ബലഹീനതകളെ മോൾഡ് ചെയ്യുന്ന ഒരു കർത്താവ്, നമ്മുടെ കുറവുകളെ മോൾഡ് ചെയ്യുന്ന ഒരു കർത്താവ്. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. സകല വിധത്തിലും ഞാൻ ഇടുങ്ങിയിരിക്കുന്നു എങ്കിലും ഞാൻ വീട് കിടക്കുന്നില്ല. എന്നെ ശക്തീകരിക്കുന്ന, ഞാൻ അറിയാതെ എൻ്റെ അകത്ത് ഒരു ബലം പകരുന്ന ദൈവശക്തി, ഒരു എംപവറിംഗ് ടച്ച്, എംപവറിംഗ് സ്പർശനം നമ്മുടെ അകത്ത് കർത്താവ് പകർന്ന് പത്രോസിനെ ഒരുക്കിയെടുത്തെങ്കിൽ, പൗലോസിനെ ഒരുക്കിയെടുത്തെങ്കിൽ, യോഹന്നാനെ ഒരുക്കിയെടുത്തെങ്കിൽ, നമ്മുടെ മൂത്ത ആങ്ങളമാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ, നമ്മുടെ കൺമുമ്പിൽ ജീവിച്ച പിതാക്കന്മാരെ ശക്തിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ, അവരുടെ അവകാശികളായി നീതിയോടും വിശുദ്ധിയോടും ദൈവവചനത്തിന് വില കൊടുത്തു നിൽക്കുന്ന ദൈവസഭയിൽ ചിലരെ ദൈവം വേർതിരിക്കണം.